Hello machans, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ ഹെൽമെറ്റിൽ ആക്ഷൻ ക്യാമറ എങ്ങനെ മൗണ്ട് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെ നമുക്ക് നമ്മുടെ ഹെൽമെറ്റിനകത്ത് ആക്ഷൻ ക്യാമറയുടെ മൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ജെ മൗണ്ട് ആണ്. ജെ മൗണ്ടിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷനും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ മൗണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത്തരത്തിലാണ് ഇവിടെ മൗണ്ട് വെച്ചിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഇച്ചിരി വലിയ ഒരു മൗണ്ട് ആയിരുന്നു. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിനെക്കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എനിക്ക് ഈ ഒരു എയർ വെന്റ് ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടിയിലുള്ള ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് ഈ ഒരു മൗണ്ട് ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മൗണ്ട് ഇതിനകത്തേക്ക് ഇടാനായിട്ട് ജസ്റ്റ് ഇവിടെ നമ്മുടെ സാധാരണ മൗണ്ടുകൾ സെറ്റ് ചെയ്യും ഇടുമ്പോൾ തന്നെ ഇട്ടാൽ മാത്രം മതി. ഇത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നോക്കാനായിട്ട് ഹെൽമെറ്റും ഫുള്ളായിട്ട് ഇതിൻ്റെ മേലെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വെയിറ്റ് ഇതിന് മുകളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 100-150 ഗ്രാം മാത്രമേ ഭാരം വരും. അപ്പോൾ ആ ഒരു ഭാരം ഇതിനകത്ത് ഇരുന്നോളും, എവിടെയും പോവില്ല. ഇതെന്ന് പറയുന്നത് വെറും MC മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്, LS2ൻ്റെ ഹെൽമെറ്റാണ്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മുടെ മൗണ്ട് ഫിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൗണ്ടിന് ഇഷ്ടം പോലെ ഭാഗങ്ങൾ ആവശ്യമില്ലാത്തതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ഭാഗങ്ങൾ ആവശ്യമില്ലാതെ വരുന്നത്. വേറെ പലതരത്തിലുള്ള സ്ട്രാപ്പുകൾ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു മൗണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മൾക്ക് ഇവിടെ ആവശ്യമില്ലാത്ത ഒരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ വീഡിയോയുടെ ക്വാളിറ്റിക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, ക്ഷമിക്കുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറ്റിയൊരു തെറ്റാണ്. അപ്പോൾ ഞാനിത് 720 പിക്സൽ ഇട്ടിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. അങ്ങനെ എന്തോരം മണ്ടത്തരം എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ക്വാളിറ്റി വളരെയധികം കുറവാണ്. എല്ലാ ഭാഗത്തുമില്ല, ചില ഷോട്ടുകൾ മാത്രമാണ് ഇത്തരത്തിൽ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും ഇത്തരത്തിലല്ല ഉള്ളത്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്ന ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത ഒരു ആക്ഷൻ ക്യാമറയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഹെൽമെറ്റിനകത്ത് മൗണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു മെത്തേഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹെൽമെറ്റും വേറെ ആയിരുന്നു. ഈ രണ്ട് വീഡിയോകളും, അതായത് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയും അതുപോലെ തന്നെ ഹെൽമെറ്റിൽ മൗണ്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോയും ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ കയറി കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മൗണ്ടിനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിന്റെ ഉൾവശത്ത് ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൗണ്ടും ഹെൽമെറ്റും തമ്മിൽ ഗ്ലൂ അല്ലെങ്കിൽ നമ്മുടെ MC അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൗണ്ടിനകത്തെ ഹോളുകളിലൂടെ MC പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മൗണ്ടിനകത്ത് ജെ മൗണ്ട് അതുപോലെയുള്ള ആക്സസറീസ് സെറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഹോളൊക്കെ ഒരു ടാപ്പ് ഉപയോഗിച്ച് അടച്ചു വെക്കുക. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മുടെ ഹെൽമെറ്റിനകത്ത് മാസ്കിംഗ് ടാപ്പ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള യെല്ലോ ടാപ്പ്, ഇൻസുലേഷൻ ടാപ്പ് പോലുള്ള ടാപ്പുകൾ ഹെൽമെറ്റിന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു MC ഉപയോഗിച്ച് ഈ ഒരു മൗണ്ട് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ ആ ഒരു കർവിനനുസരിച്ച് ഒരു ഡിസൈൻ ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് അത് അവിടെ നിന്ന് ഇളക്കി എടുത്തിട്ട് അറാൾ ഡേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഹെൽമെറ്റിലേക്ക് ഒട്ടിക്കാം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് MC ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. വെറും 10 രൂപ മാത്രമാണ് ഇതിന് ചിലവുള്ളത്. ഓക്കെ, നമ്മൾ അറാൾ ഡേറ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു 60 രൂപ സംതിങ് അറാൾ ഡേറ്റിന്റെ ചെറിയ ട്യൂബിന് വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രോങ്ങും ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ MC എടുത്തിട്ടുണ്ട്. MC വരുന്നത് 2 പാർട്ടായിട്ടാണ്. ഓക്കെ, ഒന്ന് ഒരു ഐവറി കളറും മറ്റൊന്ന് ബ്ലാക്ക് കളറും ആയിരിക്കും. അപ്പോൾ നമ്മളിത് നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും അളവിൽ എടുക്കണം. 2 പാർട്ടിന്റെയും പകുതി മാത്രമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ രണ്ടിന്റെയും പാതി ഭാഗം ഞാൻ എടുത്തു. അത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം. ഓക്കെ, മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ മൗണ്ടിലേക്ക് നമ്മൾക്ക് ഈ ഒരു MC വെച്ചതിന് ശേഷം നമ്മുടെ ഹെൽമെറ്റിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഏതാണ്ട് നമ്മുടെ ഹെൽമെറ്റിന്റെ ആ ഒരു കർവിനനുസരിച്ച് നമ്മുടെ MC പരന്ന് സെറ്റ് ആയിക്കോളും. അതിനുശേഷം എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പൊക്കെ കുറച്ച് MC വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾക്ക് ഫിനിഷിംഗ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ച് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ ഫിനിഷാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് MC സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ മൗണ്ട് ഹെൽമെറ്റിലേക്ക് വെച്ച് നോക്കാം. ഹെൽമെറ്റിലേക്ക് വയ്ക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സെൻറ്റർ ആയിട്ട് വെക്കുക. അല്ലാത്ത ഓപ്ഷൻ കാണാൻ ഇത്തിരി വൃത്തികേടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയും വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് പോയിട്ടുണ്ട്. റെക്കോർഡിങ്ങിൽ പറ്റി എന്തോ ഫാൾട്ട് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ മൗണ്ട് ഹെൽമെറ്റിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ഹെൽമെറ്റിനകത്ത് ഞാൻ വേറെ ഗ്രിപ്പിന് വേണ്ടി സ്ക്രാച്ച് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഹെൽമെറ്റിലേക്ക് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് MC പുറത്തേക്ക് തള്ളി വരും. ആ MC നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ സ്ക്രൂ ഡ്രൈവറോ ഇനി അതുമെല്ലാം ഒരു ബ്ലേഡ് വെച്ചിട്ടോ നമ്മൾക്കത് കട്ട് ചെയ്ത് നീക്കി കളയാം. MC സെറ്റ് ആവുന്നതിന് മുൻപ് തന്നെ അത് നീക്കം ചെയ്യണം. കാരണം MC സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റില്ല. അതൊക്കെ ഇളക്കി കഴിഞ്ഞ് നമ്മൾക്ക് എവിടെയെങ്കിലും ഫിനിഷിംഗ് കുറവുണ്ടെങ്കിൽ നമ്മൾക്കതൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ
വിരലിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അത് കൈകൊണ്ട് തന്നെ ഫിനിഷാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റിൽ വേറെ എവിടെയെങ്കിലും MC-യിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ, MC-യിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല തുണി ഉപയോഗിച്ച് തുടച്ച് കളയാം. കാരണം പിന്നീട് അത് ഇളക്കി കളയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഹെൽമെറ്റിനകത്ത് മൗണ്ട് സെറ്റാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്കിത് ഉണങ്ങാനായിട്ട് ഒരു 2-3 മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിവിടെ ഒരു 4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ മൗണ്ടിലേക്ക് നമ്മളുടെ മൗണ്ട് സെറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മുടെ മൗണ്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. സാധാരണ മൗണ്ട് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിതിൻ്റെ പല ഭാഗങ്ങളും മുറിച്ച് കളഞ്ഞതുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൗണ്ടിനകത്ത് ഈ ഒരു മൗണ്ട് കറക്റ്റായിട്ട് ഫിറ്റായി നിൽക്കുന്നില്ല. അതായത് അത് ഇളകി വരത്തൊന്നുമില്ല, പക്ഷേ അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു മൗണ്ട് കിടന്ന് ആടിക്കളിക്കുന്നുണ്ട്. ഹെൽമെറ്റിനകത്ത് ഇത് ഇളകി കളിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അത് ഒരു പക്ഷേ നമുക്കൊരു ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു പ്രശ്നം തീർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചപ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത്തരത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് ഹൈവേകളിൽ പ്രശ്നമില്ല, സാധാരണ ഒരു ഓർഡിനറി റോഡുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് അത്തരത്തിൽ മൗണ്ട് കിടന്ന് അടിക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ മൈക്ക് ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ശബ്ദം ശരിക്കും അകത്ത് കേൾക്കും. അതുകൊണ്ട് അത് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചൊന്ന് സെറ്റ് ചെയ്യുക. മെയിനായിട്ടും ഇത് ആടിക്കളിക്കാനുണ്ടായ കാരണം നമ്മളത് മുറിച്ചത് കൊണ്ടാണ്. മുറിച്ചിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ക്യാമറ നമ്മുടെ മൗണ്ടിലേക്ക് സെറ്റ് ചെയ്ത് ആംഗിൾ കറക്റ്റ് ആക്കാം. അപ്പോൾ ആംഗിൾ കറക്റ്റ് ആക്കുന്ന സമയത്ത് ഈ ഒരു മൗണ്ടിനകത്ത് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പെർഫെക്റ്റായിട്ട് കിട്ടില്ല. നമുക്ക് ആകാശം മാത്രമേ കാണത്തുള്ളൂ, റോഡും വണ്ടിയും കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറയുടെ കൂടെ തന്നെ ഒരു എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻ കൂടി വെച്ചിട്ട് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാം. വെറും കൈ കൊണ്ട് മാത്രം തിരിച്ച് ടൈറ്റ് ചെയ്താൽ മാത്രം മതി, പക്ഷേ കൈകൾ ഉപയോഗിച്ച് ഇവിടെ ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൗണ്ടും അതുപോലെ തന്നെ ഒരു എക്സ്റ്റൻഷനും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്യാമറ സെറ്റാക്കിയിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ക്യാമറ സെറ്റ് ചെയ്തതിന് ശേഷവും നമ്മളുടെ എയർ വെൻറ്റ് ഈസി ആയിട്ട് തുറക്കാനും അടക്കാനും കഴിയുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു എയർ വെൻറ്റ് കവറാക്കിയിട്ടല്ല നമ്മൾ മൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ക്യാമറ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തതിന് ശേഷമുള്ള വ്യൂ നിങ്ങൾക്ക് കാണാം. ഈ മെത്തേഡ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്ന ഒന്നാണ്. ഞാൻ എന്തായാലും ഇത് ഇത്തരത്തിൽ ഫിറ്റ് ചെയ്തിട്ട് 2 ദിവസത്തോളം വണ്ടി ഓടിച്ചു. എനിക്ക് വേറെ പ്രശ്നങ്ങളും ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. ആകെ ആ ഒരു ആടിക്കളിക്കുന്ന ആ ഒരു ശബ്ദം മാത്രമാണ് ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ V3-കകത്ത് ലഗേജ് കാരിയർ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ ഞാനത് സെറ്റ് ചെയ്യാനായിട്ട് പോയതാണ്. പക്ഷേ ആ വർക്ക്ഷോപ്പിലുള്ള പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി ആ ഒരു കാരിയർ കട്ട് ചെയ്ത് താജ്മഹൽ പണിതു. അവസാനം അതൊരു കുത്തപ്പിനാറായി. അതുകൊണ്ട് തന്നെ ആ ഒരു കാരിയർ ഞാൻ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടില്ല. പുള്ളിയോട് പെയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ഫിറ്റ് ചെയ്തതിന് ശേഷം അഴിച്ചു എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അതവിടെ കിടക്കും. എനിക്കെന്തോ ആ ഒരു പുള്ളി ചെയ്ത ആ ഒരു വർക്ക് എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു കാരിയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി കോളനി ആയതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ വെറുതെ വണ്ടിയെ കോളനി ആക്കണ്ട, വണ്ടിയെയും കോളനിയാക്കി ഞാനും കോളനിയായി, എന്തിനാണ് വെറുതെ? അതുകൊണ്ട് മാത്രമാണ് ഞാനത് സെറ്റ് ചെയ്യാതെ വെച്ചിട്ടുള്ളത്. ഇനിയൊരു ദിവസം വേറെ ഒരു കാരിയർ വാങ്ങിയിട്ട് വീണ്ടും സെറ്റ് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇപ്പോഴെന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് നൈസായിട്ട് പാളിയിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാരിയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അടുത്ത വീഡിയോയിലിടാം. പുള്ളി കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി പണിയെടുത്ത് പകുതി ആയപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് കംപ്ലീറ്റ് പോയി. അതായത് ആ ഒരു കാരിയർ എനിക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്യണ്ട എന്നുള്ള ഒരു മൈൻഡിലേക്ക് ഞാൻ മാറി. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കൽ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതായത് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ലുക്ക്. ഓക്കെ മച്ചാന്മാരെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.